സദ്യ സ്റ്റൈലിലൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ? അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും അല്ലേ? പക്ഷേ നമുക്ക് ആ ഒരു വിഷുവിൻ്റെ ഒക്കെ ഒരു ടൈമിന് മാമ്പഴം ധാരാളം കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തായിരിക്കും എല്ലാവരും ഉണ്ടാക്കാറ്. ഓണത്തിന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ നോക്കി കാണാം. അപ്പോൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മധുരവും അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള മാങ്ങയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നാട്ടുമാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറ്. അപ്പോൾ തീരെ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാമ്പഴം എടുത്താലും മതി. അപ്പോൾ അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും അളവ് കൂടണ്ട. നമ്മൾ പച്ചമുളകാണ് ഇതിൽ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു സമയം നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിലേക്ക് ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ മാങ്ങ നോക്കാം. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു കറിയിൽ നല്ലപോലെ ഇറങ്ങി വന്നിട്ട് നമ്മളെ പുളിശ്ശേരിക്ക് നല്ലൊരു രുചി കിട്ടും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് കുറച്ച് കൊഴുപ്പും കൂടിയും കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ അരച്ചുകൊണ്ട് വന്ന തേങ്ങയാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തേങ്ങ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അരവ് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് തൈര് ചേർക്കുന്നുള്ളൂ. അതുപോലെ ഈ ഒരു സമയം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നതിന് കുറച്ച് മധുരമുള്ളൊരു കറിയാണ്. അതുകൊണ്ട് കറിക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ കുറച്ച് ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈ എടുക്കാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചെറിയ ഫ്ലെയിമിലാണ് ഇത് ചെയ്യാൻ. അപ്പോൾ കറി ഇനി തിളക്കാൻ പാടില്ല. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ പശു നെയ്യിലാണ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇതിലേക്ക് വറുത്തിടുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ലോണം ഓഫാക്കിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.